അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചു വന്ന അതേ ഭാഗം കൊലോസി ലേഖനം 3-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കൊലോസി ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മതി. അപ്പോസ്തലനായ പൗലോസ് കൊലോസിലുള്ള ദൈവസഭയോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് എബവ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പലപ്പോഴും നമ്മുടെ ടെൻഡൻസി എന്ന് പറയുന്നത് ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിപ്പാനുള്ള ടെൻഡൻസി നമുക്കുണ്ട്. പൗലോസ് പറയുന്നു, പക്ഷെ നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞത്, എ ഹെവൻലി മൈൻഡ് സെറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ എ ഫോക്കസ് ഓൺ അവർ റിസറക്റ്റഡ് പൊസിഷൻ. ഉയർത്തെഴുന്നേറ്റ നമ്മുടെ സ്ഥാനം, നമ്മുടെ പൊസിഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഹെവൻലി മൈൻഡ് സെറ്റ് ഉണ്ടാകുവാൻ ഇടയായി തീരത്തുള്ളൂ. അത് കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടു. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ ജൂയിഷ് റെഫ്യൂജീസ് ഒത്തിരി പേര് ജർമ്മനിയിൽ അവർ സെമിട്രിയിൽ അവർ ജീവിച്ചു. കാരണം അവർക്ക് വേറെ എങ്ങും പോകുവാൻ പറ്റില്ല. തല വെളിയിൽ കണ്ടാൽ ഹിറ്റ്ലറിൻ്റെ ആളുകൾ കൊണ്ടുപോകും. അതുകൊണ്ട് അവർ സെമിട്രിയിൽ ജീവിച്ചു എന്നാണ് പറയുന്നത്. അവരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ലിവിങ് ബട്ട് ലിവിങ് ഇൻ ദ ഗ്രേവ്സ്. അവർ ജീവിക്കുക, പക്ഷെ ജീവിക്കുന്ന എവിടെയാണെന്നറിയാവോ? ഗ്രേവ്സിൽ. ഗ്രേവ്സ് എവിടെയാ? ശവക്കോട്ട എന്ന് പറയുന്നത് മരിച്ചവർക്കുള്ള ഇടത്ത് ജീവിക്കുന്നവർ അവിടെ ജീവിക്കുകയാണ്. ജീവിക്കുന്നവരാരും ശവക്കോട്ടയിലല്ല ജീവിക്കുന്നത്. പക്ഷേ അവരുടെ സ്ഥിതി കൊണ്ട് ഒത്തിരി യഹൂദന്മാര് അന്ന് ശവക്കോട്ടയിൽ ജീവിക്കുവാനിടയായി. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ശവക്കോട്ടയിൽ ജീവിക്കാനുള്ളതല്ല ദൈവജനം. ദൈവജനം ജീവിക്കുവാൻ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്ന ആ പൊസിഷൻ, നമ്മുടെ റിസറക്റ്റഡ് പൊസിഷൻ, ഉയർത്തെഴുന്നേറ്റ നമ്മുടെ സ്ഥാനം നാം തിരിച്ചറിയുമ്പം നാം ശവക്കോട്ടയിലല്ല ജീവിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ആ ഒരു കാര്യം ആ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചത്, എ ഹെവൻലി മൈൻഡ് സെറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ അവർ ഫോക്കസ് ഓൺ അവർ റിസറക്റ്റഡ് പൊസിഷൻ. 2, a heavenly mindset is developed by continual discipline. നമുക്ക് ഈ ഹെവൻലി മൈൻഡ് സെറ്റ് ഉണ്ടാകണമെന്ന് വരികിൽ, ഒരു സ്വർഗീയ ചിന്താഗതി നമുക്കുണ്ടാകണമെന്ന് വരികിൽ അത് ചുമ്മാതങ്ങ് സംഭവിക്കത്തില്ല. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ പറയുക, ഞാൻ അങ്ങ് ഡിക്ലെയർ ചെയ്യുക, ഇനി മുതൽ എൻ്റെ ചിന്തയെല്ലാം ഉയരത്തിലുള്ളതാ, സ്വർഗീയമായതേ ഞാൻ ചിന്തിക്കത്തുള്ളൂ എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്താലൊന്നും സംഭവിക്കത്തില്ല. അത് ഒരു ഓളത്തിന് നമുക്കങ്ങ് കയറി പറയാം. നമ്മളെല്ലാം ഈ 31st കയറി പറയത്തില്ലേ, അതുപോലെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ സ്വർഗീയ ചിന്താഗതി നമുക്കുണ്ടാകണമെന്ന് വരികിൽ തുടർച്ചയായ അച്ചടക്കത്തോടുള്ള ഒരു ജീവിതം കൊണ്ട് മാത്രമേ ഇത് സാധിക്കൂ. അത് തന്നെ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവിടെ ആ ഓർപ്പിക്കുന്ന കാര്യം, സിൻസ് യു ഹാവ് ബീൻ റേസ്ഡ് വിത്ത് ക്രൈസ്റ്റ് സെറ്റ് യുവർ ഹാർട്ട്സ് ഓൺ തിങ്സ് എബവ്. സെറ്റ് യുവർ ഹാർട്ട്സ്.
സ്വർഗത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കണമെന്നൊക്കെ പറയുമ്പം ഇംഗ്ലീഷിൽ പറയുന്നു സെറ്റ് യുവർ ഹാർട്ട്സ് ഓൺ തിങ്സ് അബവ്. സെറ്റ് എന്നത് ഒരു ആക്റ്റീവ് വേർഡാണ്, ഒരു സജീവ പദമാണ് സെറ്റ് എന്ന് പറയുന്ന പദം. അതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കണ്ടിന്യൂസ്ലി സീക്ക് തിങ്സ് എബവ്, തുടർമാനമായി ഉയരത്തിലുള്ളത് നാം ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ സീക്ക് ദോസ് തിങ്സ് എബവ് എന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ളത് നാം അന്വേഷിച്ചു കൊണ്ടിരിക്കണം. ഇത് ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ബൈ ആക്സിഡൻറ്റ്. ഇത് ഒരു റിഗറസ് ഡിസിപ്ലിനോട് കൂടെ മാത്രമേ ഇത് നമുക്ക് സംഭവിക്കത്തുള്ളൂ. ഇഫ് യു ആർ നോട്ട് ആക്റ്റീവ്ലി സീക്കിംഗ് തിങ്സ് അബവ്, നമുക്ക് ആക്റ്റീവായിട്ട് തുടർമാനമായിട്ട് ഓൺ എ ഡെയിലി ബേസിസ് നാം അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലെന്ന് വരികിൽ നമുക്കത് ചിന്തിപ്പാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മുടെ ചിന്തകളിലൊക്കെ എന്താ വരുന്നത്? നമ്മുടെ ചിന്തകളിലെ പ്രയോറിറ്റി എന്താ? നമ്മുടെ ചിന്തകളിലെ പ്രയോറിറ്റി എന്താണെന്ന് ഒന്ന് അനലൈസ് ചെയ്താൽ അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കേട്ടോ, ഈ ലോകത്തിന് അനുരൂപം ആകാതെ. അതിൻ്റെ അർത്ഥം എന്തുവാ? ഡു നോട്ട് കൺഫേം എനി ലോങ്ങർ എന്ന പൗലോസ് പറയുന്നല്ലേ. അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഡു നോട്ട് കൺഫേം എനി ലോങ്ങർ ടു ദ പാറ്റേൺ ഓഫ് ദ വേൾഡ്. എനി ലോങ്ങർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇതുവരെ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അതുകൊണ്ടല്ലേ ഡോണ്ട് ഡു ഇറ്റ് എനി ലോങ്ങർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങളതിപ്പം ചെയ്തുകൊണ്ടിരിക്കുക, ഇനി അത് ചെയ്യരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ഇപ്പോഴും ഈ ലോകത്തിന് അനുരൂപമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയുന്നു, ഡു നോട്ട് എനി ലോങ്ങർ കണ്ടിന്യൂ ഇൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇനിയും നിങ്ങൾ ചെയ്യരുത്. റോമൻ ചർച്ചിനോട് പറയുന്നു, നിങ്ങൾ ഏതിനോട് അനുരൂപമാകുന്നത്? ഈ ലോകത്തിന് അനുരൂപമായിക്കൊണ്ടിരിക്കുക. ഇത് പറയുന്നത് റോമിലുള്ള വിശുദ്ധന്മാരോടാണ് പറയുന്നത്. അങ്ങനെയാണെന്ന് വരികിൽ ഗാർലൻഡിലുള്ള വിശുദ്ധന്മാരോട്, അന്നേരം ചിലർ പറയും ഞങ്ങൾ ഗാർലൻഡിലല്ല, ഞങ്ങൾ റൗലറ്റിലാന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് പറയും. ഇവിടെയുള്ള വിശുദ്ധന്മാരോട്, ഫിലദൽഫിയ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിലുള്ള വിശുദ്ധന്മാരോട് ദൈവം പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിർത്തേണ്ട സമയം കഴിഞ്ഞു. സ്റ്റോപ്പ് കൺഫേമിങ് ഓർ സ്റ്റോപ്പ് ബീയിങ് പ്രസ്ഡ് ആൻഡ് മോൾഡഡ് ഇൻ ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് അനുരൂപമായി നിങ്ങൾ ചിന്തിക്കുകയും ഈ ലോകത്തിന് അനുരൂപമായി നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നിർത്തിയിട്ട് അവിടെ പറയുന്നു, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് 2 യജമാനന്മാർ പറ്റത്തില്ല. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു കൃത്യമായി പറയുന്നുണ്ട്, യു കനോട്ട് ഹാവ് 2 മാസ്റ്റേഴ്സ്. 2 യജമാനന്മാരെ സേവിപ്പാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പം കർത്താവ് പറയുന്നു, ഒന്നുകിൽ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമായി മുന്നോട്ട് പോകണം, അല്ലെന്ന് വരികിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും ഒക്കെയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം. ഇതിൻ്റെ ഇടയിൽ ഒരു പരിപാടിയില്ല. ഒന്നുകിൽ നമ്മൾ വി സീക്ക് വാട്ട് ഈസ് ഇൻ ദിസ് എർത്ത്, ഈ ലോകത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിനു വേണ്ടി നാം ജീവിക്കണം, അല്ലെന്ന് വരികിൽ ഉയരത്തിലുള്ളത് നാം ചിന്തിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. യേശു ക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ ഈ 2 യജമാനന്മാർ ഈക്വലി അവർ 2 പേരും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാ.
വ്യത്യസ്ത സ്വഭാവമുള്ളവരും വ്യത്യസ്ത ചിന്താഗതിയുമുള്ളവരുമാണ്. രണ്ട് വ്യത്യസ്ത ചിന്താഗതിയിലുള്ള രണ്ട് യജമാനന്മാരെ ഒരുപോലെ നിങ്ങൾക്ക് സേവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ അറിയണം നിങ്ങൾ ആരാണെന്ന്, നാം അറിയണം നാം ആരാണെന്ന്. നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് നമ്മുടെ ജീവിതം ഒന്ന് ഡെവലപ്പ് ചെയ്യണം. നമുക്കൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യണം. ഒരു കണ്ടിന്യൂവൽ ഡിസിപ്ലിൻ മുഖാന്തരം ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ നമുക്ക് സാധിക്കുമാറാകണം. How can we actively seek those things above as a discipline? ഉയരത്തിലുള്ളത് എങ്ങനെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും? ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്ന് വരികിൽ, നമ്മുടെ ചിന്തകൾ ഉയരത്തിലുള്ളതായിരിക്കണമെന്ന് വരികിൽ, ഞാൻ ഓർപ്പിച്ചു, we need to have a continual discipline. ആ ഡിസിപ്ലിൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കുന്നത്? ഒന്ന്, we need to have a continual reading of the scripture. നമുക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന എന്നാണെന്നറിയാവോ? ദൈവവചനത്തിൻ്റെ ധ്യാനം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. A believer can actively seek heavenly things by impressing scripture upon his heart. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തു പോലും പരീക്ഷ എടുത്തു വന്നപ്പം യേശു പറഞ്ഞത് എന്തുവാ? ഞാൻ ദൈവപുത്രനാ, നീ മാറിപ്പോകാനല്ല പറഞ്ഞത്. പരീക്ഷകൻ അടുത്തു വന്നപ്പം ഞാൻ നിന്നെ ശാസിക്കുന്നെന്നല്ല യേശു ക്രിസ്തു പറഞ്ഞത്. പരീക്ഷകൻ അടുത്തു വന്നപ്പം കർത്താവ് പറഞ്ഞത് ഇറ്റ് ഈസ് റിട്ടൺ. അല്ലെ? ഇത് എഴുതിയിരിക്കുന്നു. എവിടെയാ എഴുതിയിരിക്കുന്നത്? എവിടെയാ ഇത് എഴുതിയിരിക്കുന്നത്? വചനത്തിൽ ഇത് എഴുതിയിരിക്കുന്നു. വചനത്തിൽ എഴുതിയത് ഹൃദയത്തിൽ എഴുതപ്പെട്ടില്ലെന്ന് വരികിൽ പരീക്ഷകൻ അടുത്തു വരുമ്പം വിജയിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ കണ്ടിന്യൂവൽ ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാകണമെന്ന് വരികിൽ ഒന്നാമത്തെ ഡിസിപ്ലിൻ നമുക്ക് വേണ്ടിയത് we need to have a continual reading and study of the word. ദൈവവചനം തുടർമാനമായി പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രസംഗിക്കാൻ വേണ്ടി പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒത്തുവാക്യങ്ങൾ നോക്കി നമ്മുടെ പ്രസംഗത്തിനുള്ള വിഷയം നോക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദിവസേന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാൻ. രാവിലെ എഴുന്നേൽക്കുമ്പം നമുക്ക് വായിക്കാൻ എന്തെല്ലാം ഉപാധികളുണ്ടല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു പണ്ടൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നു വേദപുസ്തകം, ഇപ്പം വായിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഓഡിയോ ബൈബിൾ ഇട്ട് അത് ഞാൻ കേൾക്കും. ദാറ്റ് ഈസ് ഗുഡ് ഇനഫ് അല്ലേ? നമുക്ക് ഓഡിയോ ബൈബിൾ ഉണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പം ജസ്റ്റ് പ്ലേ ഓൺ ദ ഓഡിയോ ബൈബിൾ. വെറുതെ ഇരിക്കുമ്പം പ്ലേ ഓൺ ദ ഓഡിയോ ബൈബിൾ. നമ്മുടെ ഫോണിൽ ഈ ബൈബിൾ എല്ലാം ഇല്ലേ? വായിക്കാൻ നമുക്ക് എന്തെല്ലാം അവസരമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു കണ്ടിന്യൂസ് ഡിസിപ്ലിൻ വേണം. ഏതിനാണെന്നറിയാവോ? വചനം വായിക്കുന്നതിലും. Number 2, a believer actively seeks heavenly things by rejecting everything that is not from God. ദൈവത്തിങ്കിൽ നിന്ന് അല്ലാത്തതിനെ എല്ലാം പുറം തള്ളി എന്ന് വരികിൽ മാത്രമേ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. Set your mind on things above, not on earthly things. പൗലോസ് പറയുന്നു, ഉയരത്തിലുള്ളത് എനിക്ക് ചിന്തിക്കണം എന്ന് വരികിൽ I need to get rid of the things that is in this world. ഈ ലോകത്തിലുള്ളത്, ഈ ലോകത്തോട് എന്നെ പിടിച്ചു വലിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നും വെളിയിൽ കളഞ്ഞെങ്കിലേ എനിക്ക് ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടല്ലേ ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. അല്ലേ? ഒന്നിനെ കൊണ്ടും വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്നാ കഴിക്കുന്നതെന്ന് ഇപ്പോഴേ ചിന്തിക്കേണ്ടെന്ന്. അത് ചിന്തിക്കണം, ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കാവൂ. ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. പൗലോസ് അവിടെ പറയുന്നു, നാം
കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വിചാരപ്പെടുന്നത് കൊണ്ട് നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ നിനക്ക് പറ്റുമോ? പിന്നെ കർത്താവ് വേറെ കാര്യം പറഞ്ഞു, നിന്റെ തലമുടി കറുപ്പിക്കാൻ പറ്റുമോ എന്ന്. അത് പക്ഷേ ഇപ്പം അത് ഒത്തിരി വകുപ്പുണ്ടല്ലേ. ഇപ്പം നിങ്ങൾ ഈ വിചാരപ്പെടുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. നമ്മൾ ചുമ്മാ ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ, നമ്മുടെ നാട്ടിൽ പറയും, ഒരാൾ ഭാരപ്പെട്ട് നിൽക്കുക, ചോദിച്ചപ്പം പറഞ്ഞു ആ പട്ടി തൊടല് പൊട്ടിച്ച് ഈ വെള്ളം വറ്റുകയും, ആ തോടിൻ്റെ ഇക്കരെ നിൽക്കുക, ഈ വെള്ളം വറ്റുകയും അക്കരെ നിൽക്കുന്ന പട്ടി തൊടല് പൊട്ടിക്കുകയും ചെയ്താൽ ഞാൻ എന്നാ ചെയ്യും? ഇങ്ങനെയാ പലപ്പോഴും നമ്മുടെ വിചാരം, അല്ലേ? നമ്മുടെ വിചാരങ്ങൾക്ക് ബേസിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ബേസ് ഇല്ലാത്ത പല കാര്യത്തിലുമാ നമ്മുടെ വിചാരം. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ വ്യാധികൾ, നമ്മുടെ ആകുലങ്ങൾ, നമ്മുടെ ചിന്തകളൊന്ന് അസസ് ചെയ്ത് നോക്കിയാൽ പലതിനും യാതൊരു ബേസും ഇല്ലാത്തതാണ്. അതിന് പകരം ഉറപ്പുള്ള ഒരു കാര്യം എനിക്കുണ്ട്. എന്നാണെന്നറിയാവോ? എൻ്റെ കർത്താവ് വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, എൻ്റെ ഈ ടെമ്പറൽ ലൈഫ് കഴിഞ്ഞാൽ നിത്യത എനിക്കുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാ. ഈ പട്ടി തൊടല് പൊട്ടിക്കുമോ എന്ന് എനിക്കറിയില്ല, ഈ വെള്ളം വറ്റുമോ എന്ന് എനിക്കറിയില്ല, നാളെ സ്റ്റോക്ക് താഴെ പോകുമോ മോളിൽ പോകുമോ എന്ന് എനിക്കറിയത്തില്ല, സാധനങ്ങളുടെ വില കുറയുമോ കൂടുമോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടെ കൊലപാതകം വർദ്ധിക്കുമോ കുറയുമോ എന്ന് എനിക്കറിയത്തില്ല, ഗാസയിൽ വെടിവെപ്പ് നിർത്തുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെയാ ഓർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, എന്നും എനിക്കിങ്ങനെ മെസ്സേജ് അയക്കും. ഞാൻ ചോദിച്ചു, മോനെ, എനിക്ക് വളരെ സ്വാധീനമുള്ളൊരു സഹോദരനാണ്, ഞാൻ ചോദിച്ചു, കുഞ്ഞെ, നീ ഇത്രയും പൊളിറ്റിക്കൽ മെസ്സേജസ് എല്ലാ ദിവസവും അയക്കുന്നുണ്ടല്ലോ, ഇതുവരെ കർത്താവ് വരുമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് നീ എനിക്ക് അയച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ഏറ്റവും കൂടുതൽ അയക്കുന്ന മെസ്സേജ് ഏത് കാര്യത്തിനാണ്, അല്ലേ? നമ്മൾ അയക്കുന്ന മെസ്സേജ് ഏറ്റവും കൂടുതൽ ഏതാ? ഉയരത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണോ? കർത്താവ് വരും എന്ന് പറയാനാണോ? അതോ സാധനത്തിൻ്റെ വില കൂടി, സ്റ്റോക്ക് താഴെ പോയി, അവിടെ പോയി, ഇവിടെ പോയി, നമ്മുടെ നിസ്സാരമായ കാര്യങ്ങളിലാണോ നമ്മുടെ ഫോക്കസ് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമുക്ക് സ്വർഗത്ത് ഉയരത്തിലുള്ളത് നാം ചിന്തിക്കണം. ഉയരത്തിലുള്ളത് നാം ചിന്തിക്കണം എന്ന് വരികിൽ ഈ രണ്ടും കൂടെ പറ്റത്തില്ല. ഭൂമിയിലുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വരികിൽ ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ നമുക്ക് പറ്റത്തില്ല. ഉയരത്തിലുള്ളത് ചിന്തിക്കണം എന്ന് വരികിൽ, കാര്യം ഇതിൻ്റെ അകത്ത് ഇത്രയേ ഇടയുള്ളൂ. ഈ കണ്ടെയ്നറിനകത്ത് ഇത് ചൂടുവെള്ളമാണ്. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കണ്ട, ഇത് ചൂടുവെള്ളമാണ്. ഈ കണ്ടെയ്നറിനകത്ത് ഞാൻ കാപ്പി നിറയ്ക്കണം എന്ന് വരികിൽ ഇതിൻ്റെ അകത്തുള്ള ചൂടുവെള്ളം കളയാതെ കാപ്പി നിറയ്ക്കാൻ പറ്റത്തില്ല. അല്ലെന്ന് വരികിൽ ഞാൻ കുടിച്ചതിൻ്റെ മുകളിൽ കുറച്ച് കാപ്പി കൊണ്ട് ഒഴിക്കാവുന്നേ പറ്റത്തുള്ളൂ. അന്നേരം അത് കാപ്പിയും ആകത്തില്ല, ചൂടുവെള്ളവും ആകത്തില്ല. അതിനെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലവോദിക്കയ സഭയോട് പറയുമ്പോൾ പറയുന്നു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. പിന്നെ എന്നതാ? ഒരുമാതിരി വാട്ടവെള്ളമാണ് നീ. ശീതോഷ്ണവാൻ എന്ന് പറഞ്ഞാൽ വാട്ടവെള്ളമാണ്. നീ ശീതവാനല്ല ഉഷ്ണവാനുമല്ല, നിനക്ക് ചൂടുമല്ല തണുപ്പുമില്ല, നീ ഒരുമാതിരി ഒരു പരുവത്തിൽ കിടക്കുക. അതുകൊണ്ട് ദൈവം പറയുന്നതെന്നറിയാവോ? നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിന് കളയും. അപ്പം നീ ശീതവാനായിരുന്നെങ്കിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട് നിന്നെ ഒന്ന് ചൂടാക്കി എടുക്കാൻ പറ്റുമെന്ന്, അല്ലേ? നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ലോകത്തിലുള്ളതുമല്ല ഉയരത്തിലുള്ളതുമല്ല, ഇതിൻ്റെ ഇടയിൽ കിടക്കുക നമ്മൾ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു, വി നീഡ് ടു ഹാവ് എ ഫോക്കസ്ഡ് തിങ്കിങ് അബൌട്ട് ഇറ്റേണിറ്റി. ഉയരത്തിലുള്ളതിനെ കുറിച്ച്, ഭൂമിയിലുള്ളതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ഉയരത്തിലുള്ളത് ചിന്തിക്കണം എന്ന് വരികിൽ വി മസ്റ്റ് have a consistent prayer life. Be joyful always. Pray continually എന്ന പൗലോസ് പറയുന്നത്.
നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം. പിന്നെ എന്നാ ചെയ്യണം? തുടർമാനമായി പ്രാർത്ഥനയിലായിരിക്കണം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുണ്ട്. ഉയരത്തിലുള്ളത് നമുക്ക് ചിന്തിക്കണമെന്ന് വരികിൽ നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ 24/7 പ്രയർ ലൈനിൽ കയറിയിരിക്കുന്ന അല്ല. പ്രയർ ലൈൻ നല്ലതാ. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതെ കുഞ്ഞുങ്ങളെ നോക്കാതെ ഒത്തുമടക്കി റൂമിലിരിക്കുന്നത് അല്ല പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഓൺ എ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്. അതാ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ഓൺ എ കണ്ടിന്യൂസ് ഓൺ എ കമ്മ്യൂണിക്കേഷൻ. പ്രാർത്ഥന ഒരു കമ്മ്യൂണിക്കേഷനാണ്. ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തോട് നമ്മൾ സംസാരിച്ച് നമ്മൾ അങ്ങ് ഇറങ്ങിപ്പോവുക. ദൈവത്തിന് നമ്മോട് സംസാരിപ്പാൻ നാം അവകാശം കൊടുക്കാറില്ല. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കണം എന്ന് വരികിൽ we need to have a continuous prayer life. എപ്പോഴും പ്രാർത്ഥിപ്പിൻ. എപ്പോഴും പ്രാർത്ഥിപ്പിൻ എന്ന് പൗലോസ് പറയുമ്പം എപ്പോഴും മുട്ടയിൽ ഇരിക്കുന്ന കാര്യമല്ല പൗലോസ് പറഞ്ഞത്. ബി ഓൺ an active communication with God. ഇടവിടാതെ പ്രേ കണ്ടിന്യൂസ്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എപ്പോഴും ഞാൻ എന്ത് ചെയ്താലും ഐ നീഡ് ടു ഹാവ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്. ഉയരത്തിലുള്ളത് ചിന്തിക്കണം എന്ന് വരികിൽ വി നീഡ് ടു ഹാവ് എൻ ആക്റ്റീവ് ഫെലോഷിപ്പ് ലൈഫ്. ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്ന് വരികിൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന വിശ്വാസികളുമായി ഒരുമിച്ചൊരു കൂട്ടായ്മയുണ്ടെന്ന് വരികിൽ എനിക്ക് ജോ മാത്യൂസിനെ എനിക്ക് എൻകറേജ് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് എന്നെ എൻകറേജ് ചെയ്യാൻ പറ്റും, അല്ലേ? എനിക്ക് ബിനുവിനെ എൻകറേജ് ചെയ്യാൻ പറ്റും. അതിനാ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഫെലോഷിപ്പിൻ്റെ ചിലർ പറയും ഞാൻ വീട്ടിലിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക ദൈവത്തോട് മാത്രം എന്ന്. വീട്ടിലിരുന്ന് ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിപ്പാൻ സാധിക്കുന്നില്ലെന്ന് വരികിൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? പറ, പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫെലോഷിപ്പ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്ന് വരികിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് വന്ന് ഒരുമിച്ച് കരം കൊടുത്ത് നാം പ്രാർത്ഥിക്കുമ്പോഴും നാം ഫെലോഷിപ്പ് ചെയ്യുമ്പോഴും നാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നാം ഇവിടെ സന്തോഷിക്കുന്നു, നിത്യതയിൽ നാം ഒരുമിച്ച് സന്തോഷിക്കാൻ പോകുകയാണ്. നിത്യതയിൽ ഒരുമിച്ച് സന്തോഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ വെച്ച് നാം ഒരുമിച്ച് സന്തോഷിക്കുന്നത്. ഇപ്പം എ ഹെവൻലി മൈൻഡ് സെറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ എ ലൈഫ് ഓഫ് കണ്ടിന്യൂവൽ ഡിസിപ്ലിൻ. മുന്നോട്ട് പോകട്ടെ, ഈ ആഴ്ചയിലെങ്കിൽ തീർക്കാനായി വിചാരിച്ചത്. ഓക്കെ, എ ഹെവൻലി മൈൻഡ് സെറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഓൺ എ ഫോക്കസ് ഓൺ അവർ ക്രൂസിഫൈഡ് പൊസിഷൻ. അവിടെ കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 3-ാം വാക്യം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അവിടെ പൗലോസ് പറയുന്നു ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കണം എന്ന് വരികിൽ we need to have a focus on our crucified position. അവിടെ നോക്കിക്കേ, പൗലോസ് പറയുന്നു for you died, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. പൗലോസ് പറയുന്നു we died with Christ. അവിടെ കൃത്യമായി അത് പറയുന്നത് നമ്മളെപ്പോഴും പറയും ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പൗലോസ് എന്നാ പറയുന്നത്? നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന എവിടെയാ? ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. ആ ഫാക്റ്റാണ് അതവിടെ നിൽക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്നു നിങ്ങൾ അത് മാത്രമല്ല പറയേണ്ടത്. പൗലോസ് അടുത്ത പദം പറയുന്നതിനറിയാവോ? നിങ്ങൾ മരിച്ചു. ആരോടാ പറയുന്നേ?
കൊലോസയിലുള്ള ദൈവസഭയോട്, ജീവിച്ചിരിക്കുന്ന ദൈവസഭയോട് പറയുന്നു, നിങ്ങൾ മരിച്ചു. ആ നിങ്ങൾ മരിച്ചു എന്നുള്ളതിൻ്റെ ക്ലിയർ എക്സ്പ്ലനേഷൻ റോമാലേഖനം 6, 7, 8 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നുണ്ട്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ക്രിസ്തു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി നമുക്ക് വേണ്ടി മരിച്ചു. അത് കഴിഞ്ഞ് പറയുന്നു, ബട്ട് വി ഡൈഡ് വിത്ത് ഹിം. ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂഷനാ, പ്രായശ്ചിത്ത ബലിയാണെന്ന് വരികിൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, പകരം ഞങ്ങൾ അവനോടൊപ്പം മരിച്ചു എന്നുള്ള ഐഡന്റിഫിക്കേഷൻ. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ക്രിസ്തു മാത്രമല്ല മരിച്ചത്, നാമും ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇതാ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആ പ്രോസസ് എന്ന് പറയുന്നത്, എ ബിലീവർ ഡൈഡ് ടു സിൻ. നാം പാപത്തിന് മരിച്ചു. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 6-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. ക്രൂശിൽ, യേശുവിനെ ക്രൂശിൽ ക്രൂശീകരിച്ചപ്പം, അവൻ്റെ 2 കൈകളിലും ആണിയടിച്ചപ്പം, അവൻ്റെ കാലുകളിൽ ആണിയടിച്ചപ്പം, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചപ്പം, പൗലോസ് പറയുന്നു, വി ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്ന് പറഞ്ഞാൽ, യേശു മരിച്ചതുപോലെ നാമും മരിച്ചു, അല്ലേ? അങ്ങനെയല്ലേ? ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഒരാൾക്കൊരു വേദനയുണ്ട്, ആ വേദനയോട് ഞാൻ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ എനിക്കും ആ വേദന വന്നെങ്കിൽ എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ പൗലോസ് പറയുന്നു, നാം ക്രിസ്തുവിൻ്റെ മരണത്തിൽ അവനോട് കൂടെ മരിച്ചു എന്ന് പറഞ്ഞാൽ, ക്രിസ്തു മരിച്ചത് എങ്ങനെയാ? അവൻ്റെ കയ്യിൽ ആണികൾ അടിച്ചു, അവൻ്റെ കാലുകളിൽ ആണിയടിച്ചു, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പം സകലവും ഏൽപ്പിച്ചു കൊടുത്ത്, കാൽവറിയിൽ ക്രിസ്തു മരിച്ചപ്പം പൗലോസ് പറയുന്നു, ഞാനും പാപസംബന്ധമായി അതുപോലെ ഇൻ ദ സെയിം വേ കൗണ്ട് യുവർസെൽഫ് ഡെഡ് ടു സിൻ ബട്ട് അലൈവ് ടു ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. റോമാലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതാ പറയുന്നത്. പൗലോസ് പറയുന്നത്, കൗണ്ട് യുവർസെൽഫ് ഡെഡ് ടു സിൻ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. എണ്ണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കൗണ്ട് എന്ന് പറഞ്ഞാൽ യു നീഡ് ടു റിയലി ബിലീവ്. നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു, നാം പാപസംബന്ധമായി മരിച്ചു എന്നും ക്രിസ്തു യേശുവിൽ നാം ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരെന്നും നമ്മെ തന്നെ കരുതണം, നമ്മെ തന്നെ പറഞ്ഞു പഠിപ്പിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാബിച്വൽ സിൻസിൽ നിന്നും ഒരു ബ്രേക്ക് ത്രൂ നമുക്കുണ്ടാകണം. കാരണം എന്നറിയാവോ, മരിച്ചവന് പിന്നെ പാപത്തെക്കുറിച്ചൊരു ചിന്തയില്ല. ആ രീതിയിലേക്ക് നമ്മൾ വരുവാനിടയാകണം. നമ്മൾ പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ അതെന്നേക്കുമായി ഞാൻ ഉപേക്ഷിച്ചു എന്ന അതിൻ്റെ അർത്ഥം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കൗണ്ട് യുവർസെൽഫ് ആസ് ഡെഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പാപത്തിന് നാം മരിച്ചവരായി നമ്മെ തന്നെ കരുതണം. പാപത്തിന് മാത്രമല്ല, വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്, we need to die to ourselves. സ്വയത്തിന്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 26 മുതൽ 27 വരെ. യേശു ക്രിസ്തു ശിഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്,
സ്വന്തം ജീവനെ പകയ്ക്കാത്തവർ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കത്തില്ല. അവിടെ യേശു പറയുന്ന ഒരു കാര്യം, ദ ബിലീവർ നീഡ് ടു ഡൈ ടു സെൽഫ്. സ്വയത്തിന് മരിച്ചവരായിരിക്കണം ഒരു വിശ്വാസി. അവിടെ കൃത്യമായി പറയുന്നു, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും. പലരും ചോദിക്കും, ക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോൾ അപ്പനെ പകയ്ക്കണോ, അമ്മയെ പകയ്ക്കണോ, ഭാര്യയെ പകയ്ക്കണോ? പകയ്ക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അവിടെ കർത്താവ് അതല്ല പറയുന്നത്. കർത്താവ് പറയുന്നത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കും. മറ്റേ കാര്യമല്ല നമുക്ക് പറയാൻ എളുപ്പമാണ്. അപ്പനെയും അമ്മയും പകയ്ക്കാനും ഭാര്യയെ പകയ്ക്കാനും സഹോദരനെ പകയ്ക്കാനും സഹോദരിയെ പകയ്ക്കാനും എളുപ്പമാണ്. അതിൻ്റെ കൂടെ ഒരു പദം കൂടെ ചേർത്തിട്ടുണ്ട്, സ്വന്തം ജീവനെ കൂടെ പകയ്ക്കും. അവിടെ കർത്താവ് പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകലതിനെയും പകയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. ഇപ്പം യേശു അവിടെ പറയുന്നു, ഇഫ് യു നീഡ് ടു ഫോളോ മീ യു നീഡ് ടു ഡൈ ടു യുവർ സെൽഫ്. നിങ്ങൾ സെൽഫിന് വേണ്ടി നിങ്ങൾക്കെതിരെ മരിക്കുവാൻ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് നോ ലോങ്ങർ ഐ ദാറ്റ് ലിവത്ത് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. യേശു അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞാൻ ക്രിസ്തു നിമിത്തം ക്രൂശിക്കപ്പെട്ടിരിക്കുക. എന്നിട്ട് പറയുന്ന പദം നോക്കിക്കേ, ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ദാറ്റ് ലിവ്സ് ബട്ട് ക്രൈസ്റ്റ് ദാറ്റ് ലിവ്സ് ഇൻ മീ. ഇന്ന് രാവിലെ മരിക്കേണ്ട രണ്ടാമത്തെ കാര്യം, സ്വയത്തിന് നാം മരിക്കണം. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞേച്ച് വർഷിപ്പ് ടീമിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ബിലീവർ ഡൈഡ് ടു ദിസ് വേൾഡ്. ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. Galatians chapter 6 verse 14. May I never boast except in the cross of our Lord Jesus, through which the world has been crucified to me. നോക്കിക്കേ, അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യം, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശില്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അടുത്ത പദം നോക്കിക്കേ, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ അപ്പോസ്തലനായ പൗലോസ് അവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 3 കാര്യത്തിനാണ് നാം മരിക്കേണ്ടത്. ഒന്ന്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, we need to die to sin. പാപസംബന്ധമായി നാം മരിച്ചവരായിരിക്കണം. 2, അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു, സ്വയത്തിന് നാം മരിച്ചവരായിരിക്കണം. 3, അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നു, ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. My passion is to honor and to know Christ. My passion is to lift his name above every other name. ലോകത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ നാം ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുമ്പോൾ let us look into our life. നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കേ. A heavenly mindset is developed by on a focus on our crucified position. When we are focusing on our crucified position, we are died to sin, we are died to self, and we are died to this world. അങ്ങനെയാണെന്ന് വരികിൽ ഇന്ന് രാവിലെ ഒന്ന് പരിശോധിച്ചേ, നമുക്കൊരു സ്വർഗീയ ദർശനം നമുക്കുണ്ടോ? സ്വർഗം നമ്മുടെ ദർശനമായിരിക്കുന്നു. ഒരു ഹെവൻലി മൈൻഡ് സെറ്റ് നമുക്കുണ്ടോ? ഒരു ഹെവൻലി മൈൻഡ് സെറ്റ് നമുക്കുണ്ടെന്ന് വരികിൽ പാപസംബന്ധമായി നാം മരിച്ചവരായിരിക്കണം. ഒരു ഹെവൻലി മൈൻഡ് സെറ്റ് നമുക്കുണ്ടെന്ന് വരികിൽ സ്വയത്തിന് നാം മരിച്ചവരായിരിക്കണം. ഒരു ഹെവൻലി മൈൻഡ് സെറ്റ് നമുക്കുണ്ടെന്ന് വരികിൽ ഈ ലോകത്തിന് നാം മരിച്ചവരായിരിക്കണം. ഒന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച്, ഈ മരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? മരണം എന്ന് പറയുന്നത് ഡെത്ത് ഈസ് എ സെപ്പറേഷൻ. ഐ ആം സെപ്പറേറ്റിംഗ് ഫ്രം സിൻ, I am separating from self, and I am separating
from the world. Let's go to the throne of grace and let us allow the Holy Spirit to minister to us. Shall we all stand together in the go to the throne of grace? Let us worship God together.